കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ FITU ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് അവകാശ സംരക്ഷണ ധർണ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി. സാമ്പത്തികമായി ഏറ്റവും ഭദ്രമായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് പെൻഷൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇത് ക്ഷേമനിധിയിലെ കോടികൾ വകമാറ്റി ചെലവഴിച്ചത് മൂലമാണെന്ന് FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു. കോവിഡിന് മുമ്പ് 1100 കോടി ആസ്തിയുണ്ടായിരുന്ന ബോർഡ് ഇന്ന് വെറും 5,70,00,000 രൂപ ആയത് എങ്ങനെയെന്ന് സർക്കാർ കണക്ക് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. FITU ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ധർണ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NK റഷീദ് അധ്യക്ഷത വഹിച്ച ധർണയുടെ സമാപനം FITU സംസ്ഥാന സെക്രട്ടറി തസ്ലീം അമ്പാട് നിർവഹിച്ചു. STU സംസ്ഥാന സെക്രട്ടറി C അബ്ദുൽ നാസർ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഐക്യസമിതി അംഗം ബഷീർ എടവണ്ണ, HMS അബ്ദുൽ ഗഫൂർ, തയ്യൽ തൊഴിലാളി യൂണിയൻ സൈതാലി വലമ്പൂർ, ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സലീം പറവണ്ണ, കർഷക തൊഴിലാളി യൂണിയൻ അഷ്റഫ് എടപ്പറ്റ, ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ലേബേഴ്സ് യൂണിയൻ KM കുട്ടി, വഴിയോര കച്ചവട ക്ഷേമസമിതി അംഗം അലവി വേങ്ങര എന്നിവർ അഭിവാദ്യ പ്രസംഗം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി സാനു ചെട്ടിപ്പടി സ്വാഗതവും ട്രഷറർ NK ഇർഫാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.